സ്നേഹാധന്യരായ സത്യവിശ്വാസികളെ, പ്രിയപ്പെട്ട സത്യവിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഉസ് സുന്ന ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തിരിച്ചറിയാനും അല്ലാഹുവിങ്കിലേക്ക് കൂടുതൽ അടുക്കാനും കഴിയുന്ന രൂപത്തിലുള്ള ഒട്ടനവധി ആയാത്തുകൾ, അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുന്യവിയായ ജീവിതത്തിൽ നൽകാറുണ്ട്. ശക്തമായ മഴ വരാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് നൽകി കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നത് നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഇടിയും മിന്നലുമൊക്കെ സംഭവിക്കുന്നത് നമ്മൾ അറിയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും രോഗങ്ങൾ സംഭവിക്കുന്നുണ്ട്, രോഗങ്ങൾ വരുന്നുണ്ട് എന്ന മുന്നറിയിപ്പായി, അടയാളമായി കൊണ്ട് വേദനയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ പ്രയാസങ്ങളോ ഒക്കെ സംഭവിക്കാറുണ്ട്. ആ ഒരു അടയാളങ്ങളിൽ നിന്നാണ് എനിക്ക് രോഗം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്ന രോഗം സംഭവിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുന്നത്. അതുപോലെയുള്ള അടയാളങ്ങളാണ് മനുഷ്യരായ നാം ജീവിക്കുന്ന ഈ ഇഹലോകത്ത് ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധാറുകളായി, അടയാളങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ വചനങ്ങളിലൂടെയും ഒക്കെ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ലോകത്ത് അവസാന കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, അവരനുഭവിക്കേണ്ടി വരുന്ന ചില ഖിയാമത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടയാളങ്ങളെക്കുറിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഫഹൽ യൻളുറൂന ഇല്ലസ്സാഅ അൻ തഅതിയഹും ബഅതൻ ഫഖദ് ജാഅ അശ്റാതുഹാ ഫഅന്നാ ലഹും ഇദാ ജാഅതുഹും ദിക്റാഹും. ഖിയാമത്ത് നാള് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പഠിപ്പിച്ചിട്ടുള്ള ആധാറുകൾ നിലവിൽ ആ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അത് മനസ്സിലാക്കാതെ, ആ അടയാളങ്ങളെ തിരിച്ചറിയാതെ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ്, ഇനി അവരിലേക്ക് ഞാൻ നിശ്ചയിച്ച ആ ഖിയാമത്ത് നാളല്ലാത്ത വല്ലതും അവർ കാത്തിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൻ്റെ അടയാളങ്ങൾ ആ സമൂഹത്തിലേക്ക്, ജനതയിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആ പരലോകത്തെ കാത്തിരിക്കാതെ, അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്താതെ അവർ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ഖിയാമത്തിന്റെ അടയാളമായി കൊണ്ട് ഒന്നാമത്തെ അടയാളമായി അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഖിയാമത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾക്ക് ദുരിതങ്ങളും ദുഃഖങ്ങളും വേദനകളും തൊട്ടടുത്തായിട്ടുള്ള പരീക്ഷണങ്ങളും അധികരിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ സ്വഹാബി സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദു ബലാഅ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ആളുകൾ ആരാണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, അൽ അംബിയാ, പ്രവാചകന്മാരാണ് ജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആളുകൾ. വീണ്ടും അദ്ദേഹം ചോദിച്ചു, പിന്നെ ആരാണ്? പിന്നെ പ്രവാചകന്മാരോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന അനുയായികളാണ്. പിന്നെ ആരാണ്? പിന്നെ ആ അനുയായികളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ്. പിന്നെ ആരാണ്? ആ അനുയായികൾ എന്താണോ അമലുകളായി പ്രവർത്തിച്ചത്, ദീനായി കണ്ടു മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തിയത്, അതനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുന്ന ആളുകൾ ആരാണോ അവർക്കാണ് പിന്നീട് ജനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരിക എന്ന്
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യുബ്തലൽ അബ്ദ് അലാ ഹസബി ദീനിഹി. പിന്നീട് വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ജനങ്ങൾ അവരെ ഉപദ്രവിക്കുകയും അവരെ പരിഹസിക്കുകയും അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ദീന് വല്ലാതെ അനുസരിക്കാതെ ദീന്റെ ചില കാര്യങ്ങൾ സ്വീകരിക്കുകയും ചിലത് സ്വീകരിക്കാതെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വല്ല പരീക്ഷണമോ ബുദ്ധിമുട്ടോ പ്രയാസമോ ജനങ്ങളുടെ പരിഹാസമോ ഒന്നും കിട്ടൂല. അവർ ജനങ്ങൾക്കിടയിൽ സുരക്ഷിതരായി ജനങ്ങൾക്കിടയിൽ സന്തോഷത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഖിയാമത്തിനോടടുക്കുന്ന കാലഘട്ടത്തിലുള്ള സമൂഹത്തിൽ ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ അനപ്പല്ലുകൊണ്ട് കടിച്ചു മുറുക്കി ജീവിക്കണമെന്ന്. അത്രത്തോളം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. തീക്കട്ട കയ്യിൽ പിടിച്ചവനെ പോലെ നിങ്ങൾ ജീവിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളായി നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇപ്രകാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഒരു അടിമക്ക്, അള്ളാഹുവിന്റെ ഒരു ദാസന് അവന്റെ ജീവിതത്തിൽ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിച്ചതിന്റെ പേരിൽ നിരന്തരമായ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വേദനകളും അവഗണനകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏറ്റുവാങ്ങി അവൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോ ഒരു പാപവുമില്ലാതെ അവന്റെ ജീവിതത്തിൽ ഒരു തെറ്റും സംഭവിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ ആ മനുഷ്യനെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെതിരെ ഒട്ടനവധി പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, നിയമങ്ങൾ പാസാക്കിക്കൊണ്ടിരിക്കുന്നു. ഭൂരിപക്ഷത്തിന്റെ ബലത്തിന്റെ പേരിൽ ഒരുപാട് കാടത്തരങ്ങൾ, അധാർമികമായ പ്രവർത്തനങ്ങൾ, അക്രമങ്ങൾ ഈ ഉമ്മത്തിനെതിരെ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്, സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും നൽകുന്ന താക്കീത് നോക്ക് നിങ്ങൾ. യൂഷികുൽ ഉമം അൻ തദാഅ അലൈക്കും കമാ തദാഅൽ അക്ലത്ത് ഇലാ ഖസ്അതിഹാ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, തീറ്റ കൊതിയന്മാരായ ഭക്ഷണപ്രിയരായ ആളുകൾ വലിയ ഭക്ഷണ പാത്രത്തിലേക്ക് ആർത്തിയോടെ കടന്നു പോകുന്നത് പോലെ ഈ മുസ്ലിം ഉമ്മത്തിന് നേരെ, വിശ്വാസികളായ ആളുകൾക്കെതിരെ, അവർക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ശത്രുക്കൾ അവർക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കും. അത് നിയമങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ അക്രമങ്ങൾ അടിച്ചുവിട്ടുകൊണ്ടാകാം, അല്ലെങ്കിൽ വർഗീയതയുടെ പേരിലാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മാറ്റി നിർത്തലുകളുടെ പേരിലാകാം. അങ്ങനെ എല്ലാ നിലക്കും ഈ മുസ്ലിം ഉമ്മത്ത് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടേയിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ ഒരു സമയത്ത് മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, മുസ്ലിങ്ങൾ മാറ്റി നിർത്തപ്പെടുമ്പോൾ, മുസ്ലിങ്ങൾ പല രൂപത്തിലുള്ള നിയമങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറുക്കപ്പെടുമ്പോൾ, അകറ്റി നിർത്തപ്പെടുമ്പോൾ മുസ്ലിം ഉമ്മത്ത് അന്ന് കുറച്ചു മാത്രമാണ് ഉണ്ടാവുക, കുറവായിരിക്കുമോ എന്ന് പ്രവാചകനോട് ചോദിക്കുന്നു. അള്ളാഹുവിന്റെ റസൂലും നൽകിയ മറുപടി, ബൽ അൻതും യൗമഇദിൻ കസീർ. അല്ല, അന്ന് മുസ്ലിം ഉമ്മത്ത് ധാരാളമായിരിക്കും. എന്നിട്ട് പ്രവാചകൻ നൽകിയ താക്കീത്, വലാകിന്നകും ഉസാഉൻ കഉസാഇസ് സൈൽ. പക്ഷേ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെടുമ്പോൾ, നിയമങ്ങൾ കൊണ്ട് വലിഞ്ഞു മുറുക്കപ്പെടുന്ന ആ ഒരു കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ധാരാളം ഉണ്ടാകും. പക്ഷേ ആ മുസ്ലിങ്ങൾ ഏതുപോലെ ആയിരിക്കും? ചപ്പ് ചവറുകളെ പോലെ ആയിരിക്കുമെന്നാണ്. ഒന്നിനും കൊള്ളാത്ത വേസ്റ്റ് ആയിരിക്കും മുസ്ലിം ഉമ്മത്ത്. അവരവൻ അള്ളാഹു നൽകിയ ഹിദായത്തിനെ വലിച്ചെറിഞ്ഞുകൊണ്ട്, ആദർശത്തെ വലിച്ചെറിഞ്ഞ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രമായി ജീവിക്കുന്ന ഒരു സമൂഹമായിരിക്കും അന്നത്തെ കാലത്ത് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ. അല്ലേ, ശക്തമായ ഒരു മഴ പെയ്താൽ
വറ്റി വരണ്ട് കിടക്കുന്ന ഒരു പുഴ, ഒരു നദി, ആ നദിക്കരയിലുള്ള വേസ്റ്റ് എങ്ങനെയാണോ ആ ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോകുന്നത്, അതുപോലെ ചപ്പു ചവറുകളെ പോലെ അന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് ജീവിക്കേണ്ടി വരും. അങ്ങനെ ജീവിക്കുമ്പോ നിയമങ്ങൾ നമുക്ക് ബാധകമാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, അടിച്ചമർത്തപ്പെടും, അവഗണിക്കപ്പെടും, പരിഹസിക്കപ്പെടും, ഒറ്റപ്പെടും. നമുക്ക് ഒരു രാജ്യം അനുവദിക്കുന്ന എല്ലാവിധ അവകാശങ്ങളും തിരസ്കരിക്കപ്പെടുന്ന, ഉന്മൂലനം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം ഈ മുസ്ലിം ഉമ്മത്തിന് വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും താക്കീത് നൽകിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വലയൻസഅന്നല്ലാഹു മിൻ സുദൂരി അദുവികുൽ മഹാബതു മിൻഹും. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഭയം ശത്രുക്കളുടെ മനസ്സിൽ നിന്നും അല്ലാഹു എടുത്തു കളയും. നമ്മളെ മുസ്ലിം ഉമ്മത്തിനെ, വിശ്വാസികളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഭയപ്പെട്ടത് എന്തിന്റെ പേരില? ഈ ആദർശത്തിന്റെ പേരില. ബദറിൽ 1000ഓളം ആളുകൾ ഉണ്ടായിട്ടും അവർക്ക് മുസ്ലിങ്ങളെ ഭയമുണ്ടായത് എന്തിന്റെ പേരില? അവർ സ്വീകരിച്ച നിലപാടിന്റെ പേരിൽ. ഉഹദിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിങ്ങൾ ഭയപ്പെട്ടത് എന്തിന്റെ പേരില? ആ മുസ്ലിങ്ങൾ സ്വീകരിച്ച ആദർശത്തിന്റെ പേരിൽ. ആ ആദർശം ഒഴിവാക്കപ്പെടുമ്പോ, ആ നിലപാടുകളിൽ നിന്നും ജീവിതത്തെ മാറ്റി നിർത്തപ്പെടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെക്കുറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ഭയമുണ്ടാക്കി കൊടുത്തിരുന്നു. ഈ ആദർശത്തിന്റെ പേരിൽ, ഈമാനിന്റെ പേരിൽ അതിനെ അല്ലാഹു എടുത്തു കളയും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ ആ ഒരു വാക്ക് വല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലുള്ള സംഭവങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് സ്വഹാബത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുമുൽ വഹൻ. ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചുള്ള ഭയം മുസ്ലിങ്ങളായ നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ടുതരുന്ന. ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ അത് പ്രശ്നമാവോ, വിവാദമാകുമോ, ഞാൻ മിണ്ടാൻ പാടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രതികരിക്കാൻ പാടുണ്ടോ, ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടുണ്ടോ, അങ്ങനത്തെ ഒരു ചിന്ത. ഞാൻ പ്രതികരിച്ച പ്രശ്നമാവും, ആളുകൾ എന്നെ ഒറ്റപ്പെടുത്തും, എന്റെ കൗമിൽപ്പെട്ട ആളുകൾ തന്നെ എന്നെ മാറ്റി നിർത്തും. ആ ഒരു പേടി പ്രിയപ്പെട്ട വിശ്വാസികളെ മുസ്ലിങ്ങളായ നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു വിട്ടുതരും. എന്താ കാരണം? ഹിദായത്തിൽ നിന്ന് മാറി. അള്ളാഹു നൽകിയ ആദർശമുണ്ട്, ആ ആദർശത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോയി. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പേടിയിട്ട് തരികയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോ സ്വഹാബികൾ പ്രവാചകനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വമൽ വഹൻ. അള്ളാഹുവിന്റെ റസൂലെ, എന്താണ് ഈ പേടി ഇട്ട് തരിക? വഹൻ എന്ന് പറഞ്ഞെന്താ? ആ പേടി എന്താണെന്ന് അറിയണല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് പറയാ, ഹുബ്ബുദ്ദുനിയ, ദുനിയാവിനെയാണ് ഇഷ്ടമുണ്ടാവുക എന്ന. ദുനിയാവിന് ഇഷ്ടപ്പെട്ട് ദുനിയാവിന്റെ നേട്ടത്തിനും ലാഭത്തിനും ഐശ്വര്യത്തിനും സന്തോഷത്തിനു വേണ്ടി അവർ പണിയെടുക്കും. അങ്ങനെ പണിയെടുക്കുമ്പോ ആദർശം പറ്റൂല, ദീനിയായ നിലപാട് കഴിയില്ല. ദീനിയായ നിലപാട് സ്വീകരിച്ചാൽ, യഥാർത്ഥ മുത്തഖിയായി ജീവിച്ചാൽ നല്ല രൂപത്തിൽ കച്ചവടം ചെയ്യാൻ കഴിയില്ല, കച്ചവടത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിയില്ല, സ്ഥലക്കച്ചവടം ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഐഷത്ത് ചെയ്യാൻ കഴിയില്ല. അപ്പൊ എന്ത് ചെയ്യുക? നിലപാടുകളെ മാറ്റി നിർത്തുക, നിലപാടുകളെ മാറ്റി നിർത്തുക. അങ്ങനത്തെ ഒരു കാലഘട്ടം വരും. വകറാഹിയത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കും. മരണത്തെ വെറുക്കുകയും ദുനിയാവിനെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം നിങ്ങളിലേക്ക് വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് എന്നും, ആ ഒരു ചിന്തയിലൂടെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തു നീക്കുകയും ഇസ്ലാമിന്റെ ശത്രുക്കളെ കുറിച്ചുള്ള ഭയം നിങ്ങളുടെ മനസ്സിലേക്ക് അള്ളാഹു വിട്ടുതരികയും ചെയ്യുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഒരുപാട് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അള്ളാഹു നൽകുന്നുണ്ട്. ആ അടയാളങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ആദർശത്തിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്ന് തിരിച്ചറിയാം. നമ്മുടെ നിലപാടുകൾ എവിടെയെങ്കിലും തകരാറുണ്ടോ അതൊന്ന് തിരിച്ചറിയാം സഹോദരങ്ങളെ. മാത്രമല്ല ഖിയാമത്തിനോടടുക്കുന്ന കാലഘട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന താക്കീത് നോക്കൂ നിങ്ങൾ. വല്ലാഹി മൽ ഫഖ്റു അഖ്ശ അലൈക്കും, തീർച്ചയായും ഞാൻ നിങ്ങളുടെ മേൽ ദാരിദ്ര്യത്തെ, ഫഖ്റിനെ, പ്രയാസത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല. വലാകിൻ അഖ്ശ അലൈക്കും അൻ തുബ്സത അലൈക്കും അദ്ദുനിയ കമാ ബുസിതത് അലാ മൻ കാന ഖബലക്കും. നിങ്ങളുടെ മുമ്പ് ജീവിച്ചിരുന്ന ആളുകൾക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി വിശാലമാക്കി കൊടുത്തതുപോലെ, ഭൂമിയിൽ ധാരാളമായി വിഭവങ്ങൾ നൽകിയതുപോലെ നിങ്ങൾക്കും ഐശ്വര്യം നൽകപ്പെടുന്നതിനെ, നിങ്ങളുടെ മുമ്പിലും ഭൂമി വിശാലമാക്കപ്പെടുന്നതിനെ, ദുനിയാവിൽ ധാരാളമായി സമ്പാദിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു. സമ്പാദിക്കുന്നതിൽ ഇസ്ലാം ഒരിക്കലെതിരല്ല കേട്ടോ. നല്ല മൈഷത്ത് നേടാം, പക്ഷേ അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മേഖലയിൽ സ്വന്തത്തിലും മറ്റു മേഖലകളിൽ ചെലവഴിക്കാൻ കഴിയുന്നവരാരാണോ അവരാണ് ഖൈറുള്ളവർ. അതല്ലാത്ത ആളുകളുണ്ട്, ദുനിയാവ് മാത്രമായി ഓടുന്ന ആളുകൾ. ആ ആളുകളെ കുറിച്ചാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഒരാളുകൾ വന്നാൽ, എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫതനാഫസൂഹാ, നിങ്ങൾ മത്സരിക്കും, കമാ തനാഫസൂഹാ, നിങ്ങളുടെ മുമ്പുള്ളവർ മത്സരിച്ചതുപോലെ. ദുനിയാവിനു വേണ്ടി, ദുനിയാവിന്റെ സന്തോഷത്തിനും ലാഭത്തിനു വേണ്ടി മുമ്പുള്ളവർ ധാരാളമായി മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ മത്സരിക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ പറഞ്ഞു, വതുൽഹീകും കമാ അൽഹതുഹും, തീർച്ചയായും അവർ നശിച്ചതുപോലെ, നിങ്ങളുടെ മുമ്പുള്ളവർ നശിച്ചത് എങ്ങനെയാണോ അതുപോലെ നിങ്ങളും നശിക്കാൻ കാരണമാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് താക്കീത് നൽകുകയാണ്. അതുകൊണ്ടാണ് മഹാനായ സഹാബി അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഷാമിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ രംഗം നമുക്ക് കാണാൻ സാധിക്കുന്നത്, മാലി അറാക്കും തബ്നൂന മാലാ തസ്കുനൂൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ മാലാ തസ്കുനൂൻ, ആ വീട്ടിൽ താമസിക്കാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണം, ആദർശം മുറുകെ പിടിക്കണം. വതജ്മഊന മാലാ തഅകുലുൻ, നിങ്ങൾക്ക് ഭക്ഷണമായി കഴിക്കാനുള്ള വിഭവങ്ങൾ ധാരാളമായി ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ആ ശേഖരിച്ചു വെച്ചതിൽ നിന്നും രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാൻ സാധിക്കും? അല്ലദീന കാനൂ ഖബലകും ബനൂ മശീദ. കാരണം അദ്ദേഹം നൽകുന്ന മുന്നറിയിപ്പ് നോക്ക്, നിങ്ങൾ പ്രവാചകൻ പറഞ്ഞ അതേ വാക്ക്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകളും വലിയ വലിയ വീടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. വഅമ്മലൂ ബഈദാ, എന്നിട്ടും അവർ അത്യാഗ്രഹം പിടിച്ചവരായിരുന്നു, ആർത്തിയുള്ള ആളുകളായിരുന്നു. വജമഊ കതീറാ, ധാരാളമായി സമ്പാദിച്ചു വെച്ചിരുന്നു. ഫഅസ്ബഅ അമലുഹും ഗുറൂറാ, അവർ സമ്പാദിച്ചു വെച്ച സമ്പാദ്യങ്ങൾ മുഴുവനും അവരെ വഞ്ചിച്ചു കളഞ്ഞു. വജംഉഹും തുബൂറാ, അവർ ശേഖരിച്ചു വെച്ചിരുന്ന വിഭവങ്ങൾ ധൂളികളായി പൊടികളായി മാറ്റപ്പെടുകയും ചെയ്തു. വമസാകിനുഹും ഖുബൂറാ, അവർ വലിയ കൊട്ടാരമായി നിർമ്മിച്ച വീടുകൾ അവരുടെ ഖബർസ്ഥാനുകളായി, ഖബറുകളായി മാറ്റപ്പെടുകയും ചെയ്തുവെന്ന് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദുനിയാവ് വിശാലമാക്കപ്പെടുമ്പോൾ നല്ല തെക്കുവയുള്ള മുത്തഖീങ്ങളായി അള്ളാഹുവിങ്കിലേക്ക് തിരിച്ചു മടങ്ങാൻ, അള്ളാഹുവിനോട് നന്ദി പ്രകടിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ ചിന്തിക്കുക. എന്റെ മുമ്പിൽ ദുനിയാവ് വല്ലാതെ തുറക്കപ്പെടുന്നുണ്ടോ, സൗഭാഗ്യങ്ങൾ വരുന്നുണ്ടോ? പടച്ചോനെ, ഇത് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഒരു ഖിയാമത്തിന്റെ അടയാളമാണ് എന്ന ഒരു തിരിച്ചറിവ് വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഹജ്ജത്തുൽ വിദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, വൈലക്കും, നിങ്ങൾക്ക് നാശമുണ്ട്, നിങ്ങൾക്ക് വല്ലാത്തൊരു കഷ്ടം അനുഭവിക്കാനുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ലാ തർജിഉ ബഅദീ കുഫാറൻ യൽറിബു ബഅലുകും റിഖാബ ബഅലിൻ, എനിക്ക് ശേഷം ഈ ദീനിന്റെ പേരിൽ, ഈ ദുനിയാവിന്റെ പേരിൽ, ദുനിയാവിൽ ലഭിക്കുന്ന നശ്വരമായ സന്തോഷങ്ങളുടെ പേരിൽ പരസ്പരം കഴുത്തറുക്കുന്ന, കൊലപ്പെടുത്തുന്ന, അപകടപ്പെടുത്തുന്ന, അക്രമങ്ങൾ ചെയ്യുന്ന മതനിഷേധികളായി, കുഫാരിങ്ങളായി നിങ്ങൾ മാറരുത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ദുനിയാവിൽ ഒരാൾക്ക് വലിയ സൗഭാഗ്യം കിട്ടുമ്പോ, വലിയ ഖൈറാത്തുകൾ ഉണ്ടാകുമ്പോ അസൂയ ഉണ്ടാകുന്നു. ആ അസൂയയിലൂടെ അവനെ അപായപ്പെടുത്താൻ, അവനെ പ്രയാസപ്പെടുത്താൻ വരെ ആളുകൾ പരിശ്രമിക്കുന്നൊരവസ്ഥ പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ആ ദുനിയാവ് വിശാലമാകുമ്പോ, ദുനിയാവിൽ ഒരുപാട് ഖൈറാത്തുകൾ ലഭിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ആളുകളെ കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ബാരിദൂ ബിൽ അഅമാലി ഫിത്നൻ കഖിതഇൽ ലൈലിൽ മുദ്ലിമി യുസ്ബിഹു റജുലു മുഅ്മിന വയുംസി കാഫിറ വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. നിങ്ങൾ സൽക്കർമ്മങ്ങളുമായി
ധാരാളമായി ധൃതി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം കൂരിരുട്ട് പോലെ, രാത്രി പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പരീക്ഷണങ്ങൾ വരിക. എന്നിട്ട് പ്രവാചകൻ പറയാണ്, ഒരാൾ രാവിലെ മുസ്ലിം ആയിരിക്കും, ഒരാൾ രാവിലെ മുസ്ലിമിന്റെ എല്ലാ അടയാളങ്ങളും അമലുകളും അയാളുടെ ജീവിതത്തിലും സ്വഭാവത്തിലൊക്കെ ഉണ്ടാവും. പക്ഷെ രാത്രി ആയാലോ അയാൾ കാഫിറാവും, വൈകുന്നേരം കാഫിറാവും, കാഫിറിന്റെ സ്വഭാവമാകും. എന്നിട്ട് പ്രവാചകൻ പറയാം, ഒരാൾ വൈകുന്നേരം മുസ്ലിം ആയിരിക്കും, പ്രഭാതമാകുമ്പോഴേക്കും കാഫിറായിട്ടുണ്ടാകും, മതത്തിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതെന്താ കാരണം എന്നറിയോ? യബീഉ ദീനഹു, അവൻ ദീനിനെ വിൽക്കും, അള്ളാഹുവിന്റെ ആദർശത്തിനെ വിൽക്കും, കച്ചവടം ചെയ്യും. ബിഅറളി മിന ദുനിയ, ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി, ദുനിയാവിന്റെ നേട്ടത്തിന് വേണ്ടി. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ, ഈ അടുത്ത വർഷങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തിന് അനുകൂലമായി മുസ്ലിം നാമധാരികളായ ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് അഭിപ്രായങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് നോക്കിയാൽ മതി. പ്രവാചകൻ പറഞ്ഞ ഈ വാക്ക് എത്ര സത്യ സഹോദരങ്ങളെ. പേരെന്താ? മുസ്ലിം. അയാൾ അഭിപ്രായങ്ങൾ പറയുന്ന ആർക്ക് വേണ്ടിയാ? അല്പം അപ്പക്കഷ്ണം കിട്ടിയാൽ, ചെറിയൊരു സ്ഥാനം കിട്ടിയാൽ, സാമ്പത്തികമായ നേട്ടമുണ്ടായാൽ, നമ്മുടെ ശത്രുക്കൾക്കെതിരെ പ്രതികരിക്കേണ്ടതിന് പകരം അനുകൂലമായി പ്രതികരിക്കുന്ന, സംസാരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പ്രവാചകൻ പറഞ്ഞ താക്കീത് എത്ര ഹൈറാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ ദീനിനെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിന്റെ ലാഭത്തിന് വേണ്ടി, ദുനിയാവിന്റെ സന്തോഷത്തിന് വേണ്ടി വിൽപ്പന നടത്തുന്ന ഒരു കാലഘട്ടം മുസ്ലിം ഉമ്മത്തിലേക്ക് വരാനുണ്ട് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പ്രിയപ്പെട്ട വിശ്വാസികളെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വതഅകുലൂന തുറാത അക്ലല്ലമ്മ, അനന്തരാവകാശികളുടെ സ്വത്ത് സമ്പത്ത് വാരിക്കൂട്ടി തിന്നുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. തീർച്ചയായും സമ്പത്തിനെ നിങ്ങൾ അമിതമായ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആദർശം ജീവിതത്തിൽ നിന്ന് പോകും. അള്ളാഹുവിലുള്ള ഉറച്ച നിലപാടുകളിൽ നിന്നും ജീവിതത്തെ നമ്മൾ മാറ്റി നിർത്തും. സഹോദരങ്ങളെ, ആ ഒരു കാര്യത്തെ തൊട്ട് നമ്മൾ ഭയപ്പെടണമെന്നാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്റെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം. പ്രിയപ്പെട്ട വിശ്വാസികളെ, എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹം ജീവിക്കുന്ന അവസാന കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് നൽകിയ താക്കീത് നോക്കൂ നിങ്ങൾ. ഇന്നൽ ഇസ്ലാമ, തീർച്ചയായും ഇസ്ലാം, ബദഅ ഗരീബൻ വസയഊദു ഗരീബൻ കമാ ബദഅ, അപരിചിതമായ അവസ്ഥയിൽ വളരെ പരിമിതമായ ന്യൂനപക്ഷം ആളുകളിലൂടെയാണ് ഇസ്ലാം വ്യാപിച്ചത്, ഇസ്ലാമിന് വർധനവുണ്ടായത്. അതേ രൂപത്തിലുള്ള അവസ്ഥയിലേക്ക്, ആർക്കും പരിചയമില്ലാത്തൊരവസ്ഥയിലേക്ക് ഇസ്ലാം പോകും. എന്താ കാരണം? ഇസ്ലാം പഠിപ്പിച്ച അമലുകളായൂല ആളുകൾ ചെയ്യുന്നത്. ഇസ്ലാം പഠിപ്പിച്ച ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ആളുകൾ ഉണ്ടാവില്ല, ജീവിതത്തിൽ ഉണ്ടാവില്ല. ബർത്ത്ഡേ ഇസ്ലാം പറഞ്ഞില്ല, അത് ആഘോഷിക്കും. ഇസ്ലാമിനെ പഠിക്കാൻ വരുന്ന ആളുകൾ വിചാരിക്കും, ബർത്ത്ഡേ ഇസ്ലാമിലുണ്ടല്ലേ, വെഡിങ് ഡേ ഇസ്ലാമിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലേ, സ്വവർഗരതി ഇസ്ലാമിലുണ്ടല്ലേ, ജെൻഡർ ന്യൂട്രാലിറ്റി ഇസ്ലാമിലുണ്ടല്ലേ. ഇത് കണ്ടിട്ടാണ് ആളുകൾ പഠിക്കാന്ന്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇസ്ലാമിനെ കുറിച്ച് അറിയുള്ളൂ. എന്നാൽ മുസ്ലിം പേര് പറഞ്ഞ് നടക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വളരെ വലിയ തിന്മയിലേക്ക് പോകും. കാരണം ആദർശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന് വേണ്ടി നമുക്ക് ജീവിക്കാം, സമ്പാദിക്കാം, അത് ഹലാലൻ ത്വയ്യിബയായ രൂപത്തിൽ ചെലവഴിക്കാം. പരിശുദ്ധ ഖുർആനും പ്രവാചകനും പഠിപ്പിച്ച ഹലാലായ മാർഗങ്ങളാണ്. ആ മാർഗത്തിന്റെ കൂടെ അള്ളാഹുവിന്റെ തൃപ്തിക്കും സ്നേഹത്തിനും നമുക്ക് ജീവിക്കാൻ കഴിയണം. അള്ളാഹു നൽകിയ താക്കീതുകളെ ഉൾക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്കും സാധിക്കണം. ഖിയാമത്തിനോട് ചേർന്ന് നിൽക്കുന്ന അന്നത്തെ കാലത്ത് ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്ത് പള്ളികൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ ആ പള്ളികളെ അവഗണിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങളുടെ മുമ്പിൽ വരാനുണ്ട് എന്നാണ്. പള്ളികൾ നല്ല ഭംഗിയുള്ള മിനാരങ്ങളൊക്കെ ആയിട്ടുണ്ടാവും, നല്ല ശബ്ദത്തിൽ അതിൽ നിന്നും ബാങ്കുലികൾ കേൾക്കപ്പെടും. എന്നിട്ടും ആ പള്ളികൾ അവഗണിക്കപ്പെടുന്ന, ആ പള്ളികളിൽ നിന്നും മാറി നിൽക്കുന്ന, ആ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നൊരവസ്ഥ ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണ്. കാരണം പള്ളികൾ അള്ളാഹുവിന്റെ അടയാളമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രംഗം പ്രിയപ്പെട്ട വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും കാണുവാൻ സാധിക്കും. മറ്റുള്ളവർ എന്നോട് പറഞ്ഞാലില്ലെങ്കിലും
ആവശ്യപ്പെട്ടാലും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ പള്ളിയെ നിലനിർത്താൻ ഒരു മുസ്ലിം എന്ന നിലക്ക്, ആ പള്ളിയുമായി ജമാഅത്തിൽ പങ്കെടുക്കുന്ന ഒരു മുഅ്മിൻ എന്ന നിലക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും? സാമ്പത്തികമാണോ? കഴിവിന്റെ പരമാവധി. ശാരീരികമായിട്ടാണോ? അങ്ങനെ ചെയ്യാം. അല്ല ഇനി മാനസികമായ രൂപത്തിലാണോ? അങ്ങനെ ചെയ്യാം. അല്ലാതെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടായാൽ ആ നിമിഷം നിങ്ങൾ ഖിയാമത്തിനെ പ്രതീക്ഷിച്ചു കൊള്ളുക. ആ രൂപത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണോ ഇസ്ലാമിന്റെ ശത്രുക്കൾ നിങ്ങളെ അധീനപ്പെടുത്തും, നിങ്ങളെ കീഴ്പ്പെടുത്തും, നിങ്ങൾ ദുർബല വിഭാഗമായി കണക്കാക്കും. നിങ്ങളുടെ അവകാശങ്ങളെ തിരസ്കരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. വന്നില്ലേ? ഇന്നലത്തോടുകൂടി നമ്മളൊക്കെ ആകാംക്ഷയോടെ ഭയപ്പാടോടെ കാത്തിരുന്ന നിയമം പാസായി. ഇനി ഒരൊറ്റ ഒപ്പിന്റെ ആവശ്യമുള്ളൂ. ആ സൈഡ് ഈസി ആയിട്ട് കിട്ടും. അതിനൊന്നും പേടിയും വേണ്ട. നമ്മൾ വിചാരിച്ച പല ആളുകൾ സംസാരിച്ചെന്തറിയോ? ഓ, വേറെ 2 പാർട്ടിക്കാരുണ്ട്, ഓല് വിചാരിച്ചാൽ ഇത് പാസ്സാവുള്ളൂ എന്ന് സമാധാനിച്ചിരിക്കുക. ഒരു സമാധാനമില്ല. അള്ളാഹു അത് കൊണ്ടുവരും. എന്താ കാരണം എന്നറിയോ? നമ്മുടെ ഹൃദയത്തിലെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നമ്മളെ കുറിച്ചുള്ള പേടി പോയി. അവരെ കുറിച്ചുള്ള പേടി, ഭീരുത്വം, ഭയം നമ്മുടെ മനസ്സിലിട്ട് തന്നു. അപ്പൊ എന്തും പാസ്സാവും. അവരെന്ത് ചെയ്താലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് അവസാന കാലഘട്ടത്തിലാ ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്കും നിങ്ങൾക്കും നൽകിയ താക്കീത് നോക്ക് നിങ്ങൾ. സയകൂനു ഫി ആഖിരി ഉമ്മത്തി, ഈ ലോകത്ത് അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഉമ്മത്തിൽ ഉനാസുൻ യുഹദ്ദിസൂനകും മാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫഇയ്യാകും വഇയ്യാഹും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, മനുഷ്യരുടെ കൂട്ടത്തിൽ അവസാന ദിവസങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളോ നിങ്ങളുടെ മുൻഗാമികളോ കേൾക്കാത്ത, പഠിച്ചിട്ടില്ലാത്ത, പ്രവർത്തിച്ചിട്ടില്ലാത്ത വർത്തമാനങ്ങളുമായി നിങ്ങളിലേക്ക് വരും. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക എന്നാണ്. നമുക്ക് കേട്ടുകേൾവിയില്ലാത്ത ഇസ്ലാമിന്റെ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞ്, ഇത് ദീനാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ വരും. അങ്ങനെ വരുന്നൊരു കാലഘട്ടം വന്നാൽ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തിയ രംഗം നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അള്ളാഹുവും റസൂലും നൽകിയ മുന്നറിയിപ്പുകളെ, താക്കീതുകളെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വലം യൻഖുളു അഹദല്ലാഹി വഅഹദ റസൂലി ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവഹും മിൻ ഗൈരിഹിം. അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും വാഗ്ദാനങ്ങളെ, താക്കീതുകളെ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നത് ആരാണോ, തീർച്ചയായും അത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞത്, നിങ്ങളുടെ പുറത്തു നിന്നുള്ള ശത്രുക്കളെ അള്ളാഹു നിങ്ങളുടെ മേൽ അധികാരമേൽപ്പിക്കുമെന്ന. നിങ്ങളെ ഭരിക്കാൻ, നിങ്ങളുടെ മേൽ നിയമങ്ങൾ പാസാക്കാൻ, നിങ്ങളെ ദുർബലപ്പെടുത്താൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക്, അധികാരത്തിലേക്ക് അള്ളാഹു നിങ്ങളെ കൊണ്ടുപോകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശരിക്കും ആലോചിക്കുക. പല അടയാളങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. മുസ്ലിങ്ങളായ ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഖിയാമത്തിന്റെ വലിയ വലിയ ആധാറുകൾ ഇനി വരാനില്ലേ, ഇനി അടയാളങ്ങൾ ഉണ്ടല്ലോ, അതൊക്കെ വന്നിട്ടല്ലേ ഖിയാമത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യം വരുന്ന ചെറിയ ചെറിയ അടയാളങ്ങളാണ്. ആ അടയാളങ്ങളൊക്കെ ഏകദേശമൊക്കെ ഇന്ന് സംഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ നിലവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി വലിയ ആധാറുകളാണ് വരാനുള്ളത്. ആ ആധാർ എന്താ? ഇതാ സുൽസിലത്തുൽ അർളു സിൽസാലഹ പോലെയുള്ള ആധാറ. അത് വരുമ്പോഴേക്ക് ഖിയാമത്തായി, അത് ഒറിജിനൽ ഖിയാമത്തിലേക്ക് പോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഒന്ന് ഭയപ്പെടുക. അള്ളാഹു പ്രവാചകനിലൂടെ നൽകിയ ആധാറുകളെ, അടയാളങ്ങളെ ജീവിതത്തിൽ സ്വീകരിച്ച് ഭയപ്പാടോടുകൂടി ഉൾക്കൊണ്ട് നന്മകൾ പ്രവർത്തിക്കാനും അള്ളാഹുവിനെ ഭയപ്പെടാനും അള്ളാഹു നിരോധിച്ചിട്ടുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയോടുകൂടി മുന്നോട്ട് പോവുക. പരസ്പരം ശത്രുതയും വിദ്വേഷവും വെറുപ്പും പകയും പിണക്കങ്ങളുമില്ലാതെ നന്മയോടുകൂടി ഐക്യത്തോടുകൂടി ഒരേ ആദർശത്തിൽ
ഒന്നായി മുന്നേറാൻ വിശ്വാസികളായിരിക്കും നിങ്ങൾക്ക് സാധിക്കണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ മുവഹിദീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ കരുണാമയനായ റബ്ബേ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, കഴിഞ്ഞ പരിശുദ്ധ റമളാനിന്റെ സുദിനങ്ങളിൽ ഒരുപാട് ആളുകൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ചെറുതും വലുതുമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് നീ ആശ്വാസം നൽകണേ റബ്ബേ. അവരുടെ രോഗം നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, വിശ്വാസികൾ, സത്യവിശ്വാസികൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആ കബറിടത്തിൽ നീ പ്രകാശം പരത്തണേ റബ്ബേ. ആ സ്നേഹനിധികളായ മാതാപിതാക്കളുടെ വാത്സല്യമുള്ള കൈകൾ പിടിച്ചുകൊണ്ട് അനന്തവിശാലമായ അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് പ്രവേശിക്കുവാനുള്ള സൗഭാഗ്യം മക്കളായി ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, എന്തെങ്കിലും ഒരു കാരണവശാൽ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവേ നീയാണ് ഗഫാറായവൻ, അല്ലാഹുവേ നീയാണ് തവ്വാബായവൻ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ചെയ്യുന്ന അമലുകളുടെ ഒരു വിഹിതം, ഒരു നന്മ ആ മാതാപിതാക്കൾക്ക് നൽകണേ റബ്ബേ. അവർ ചെയ്തു പോയ എല്ലാവിധ നന്മകളും നീ മബ്റൂറും മഖ്ബൂലുമായി സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين.